ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മഷ്റൂം സൂപ്പാണ്. ഒരു ഹെൽത്തി വെർഷൻ ഓഫ് മഷ്റൂം സൂപ്പാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവരാണെങ്കിലും പിന്നെ എല്ലാ ദിവസവും ഡിന്നറിന് ഈ ഓപ്ഷൻ സൂപ്പൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ സൂപ്പ് ഉണ്ടാക്കാം. കാരണം ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഓയിലോ ബട്ടറോ അങ്ങനെ വലുതായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. അതേപോലെ നോ കോൺസ്റ്റാച്ച് പിന്നെ കോൺഫ്ലവർ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ഹെൽത്തി വെർഷൻ ഓഫ് മഷ്റൂം സൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് കണ്ടാലോ. മഷ്റൂമിനെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമ്മളിത് ഫുള്ള് മഷ്റൂം വേവുന്ന വരെ വെക്കാത്തിരിക്കേണ്ട. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് കിട്ടുന്ന ഗോൾഡൻ കളറൊന്നും ആവാൻ വെയിറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ മഷ്റൂമും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് നേരം സ്റ്റൗ അണച്ചിട്ട് ആറാൻ വെക്കാം. എന്നിട്ട് വേണം നമ്മളിത് മിക്സിയിലിട്ട് നല്ല അരച്ച് നല്ല പേസ്റ്റായിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ മഷ്റൂമും ഉള്ളിയും കൂടെ നമ്മളൊരു ജാറിലെടുക്കുകയാണ്. അതിനകത്തോട്ട് നമ്മളിനി ഒരു 100 ഗ്രാം പനീർ കൂടെ ഇടുകയാണ്. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ചുകൊണ്ട് വരണം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ സെയിം പാനിലോട്ട് ഒരു ശകലം ബട്ടർ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലൊരു ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ബട്ടറും ഓയിലും ഒക്കെ വളരെ കുറവാണ്. ഇതിനകത്ത് ഓയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ആകെ ഇച്ചിരി ബട്ടർ മാത്രമാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മഷ്റൂം ഇടുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. ഇത് ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് നല്ല ഒരു വെന്ത് ബ്രൗൺ കളറൊക്കെ ആവും. നമ്മളിത് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് എണ്ണ അങ്ങനെ ഒരുപാടൊന്നും ഉപയോഗിക്കുന്നില്ല. ബട്ടർ തന്നെ ഒരു ചെറിയ സ്മോൾ പീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഇതൊരു നല്ല ഡിന്നർ ഓപ്ഷനൊക്കെ ആയിരിക്കും. അപ്പോൾ അല്ലാതെ വെയിറ്റ് ലോസ് ഒന്നും ചെയ്യാത്തവർക്കും ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിനകത്തൊക്കെ ഞാൻ ശകലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇടുന്നുണ്ട്. അതോടൊന്ന് പച്ചമണം മാറുന്നതാണ് എല്ലാം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടെ ഇടാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തോട്ട് നമുക്കൊരു 1 സ്പൂൺ ഉപ്പ് 1.5 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എത്ര വേണോ അതനുസരിച്ചിട്ടാൽ മതി. പിന്നെ കുറച്ച് ക്രഷ്ഡ് പെപ്പറാണ്. ഇതിനകത്ത് വേറെ മസാലയൊന്നുമില്ല കേട്ടോ. ഉപ്പും കുരുമുളകും മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ വേറെ ഇതിനകത്ത് ഭയങ്കര ഫ്ലേവറായിട്ട് വരാൻ വേണ്ടി മസാലയൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കര ക്രീമി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മഷ്റൂം സൂപ്പാണ്. ഇത് വെറും സൂപ്പ് മാത്രമല്ല കേട്ടോ, നല്ല ഹൈ പ്രോട്ടീൻ കൂടാണ് ഇതിനകത്ത്. ബിക്കോസ് നമ്മളിതിനകത്ത് പനീർ ചേർക്കുന്നുണ്ട്, മഷ്റൂം ഉണ്ട്. സോ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുറച്ച് മല്ലിയിലയിലിടാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള യമ്മി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ഡിഷുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരെ ബൈ.